ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലു ഫാമിലി, സുജിൻ, പൊന്നൂസ്. അപ്പൊ ഇവർ രണ്ടുപേരും പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു. അതേപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് യൂട്യൂബിലൂടെ വളരെ പരിചയമുള്ളവരാണ് ഇവര്. മല്ലു ഫാമിലി ചാനൽ തുടങ്ങുന്നു. നമ്മൾ അവരുടെ വളർച്ചയെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചാല് സുജിൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ചെറിയ രീതിയിൽ കൊറോണ കാലത്തൊരു വ്ളോഗ് തുടങ്ങുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അവിടുന്ന് അവർ വളരുന്നത് നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു അവരുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, മാറ്റം, അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പൊതുവെ ഈ സുജിനും പൊന്നൂസും പിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു സുജിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തോന്നിയിരുന്നേ ഇല്ല. കാരണം ആ ചാനലിലൊക്കെ പലപ്പോഴും സുജിനെ കുറച്ച് അഹങ്കാരത്തോടു കൂടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ഇവർ മുന്നേ തമ്മിൽ പിരിഞ്ഞ് താമസിച്ച സമയത്ത് സുജിൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് പൊന്നൂസിനെ വളരെ മോശമാക്കുന്ന രീതിയിലേക്ക്, ആളുകളൊക്കെ പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറാനൊക്കെ ആ വീഡിയോ കാരണമായിരുന്നു. എന്ന് വെച്ചാൽ പൊന്നൂസിന്റെ അവീതം എന്നൊക്കെ തംബ്നെയിലൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാം, ഒരു കണ്ടന്റ് എന്നുള്ള പോലെ, വരുമാനം ഉണ്ടാക്കാനുള്ള പോലെയൊക്കെ ഇത്തരം കാര്യങ്ങളെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ സുജിനെ കുറിച്ച് കരുതിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ അവർ യഥാർത്ഥത്തിൽ ഡിവോഴ്സ് ആയ സമയത്ത്, ഡിവോഴ്സ് ലീഗലി ആയിട്ടില്ല തോന്നുന്നു, എന്തായാലും അവർ പിരിഞ്ഞ സമയത്ത് വളരെ പക്വതയോടുകൂടിയാണ് സുജിൻ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവർ പിരിഞ്ഞു എന്ന് പറഞ്ഞ് ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് അതിന്റെ അടിയിൽ കണ്ടിരുന്നു. ഇത് അവനെ കണ്ടന്റ് മാത്രമാണ്, ഇവർ നേരത്തെയും പിരിഞ്ഞു പറഞ്ഞിരുന്നു, പിന്നെ അവർ ഒന്നിച്ചു, എന്നിട്ട് അവർ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയ ശേഷം, കാശ് ഉണ്ടാക്കിയ ശേഷം അവർ വീണ്ടും ഒന്നിക്കും, ആളുകളെ വിഡ്ഢിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതില് മനസ്സിലാക്കിയിടത്തോളം സുജിൻ ഒരിക്കലും, സുജിന് ഒരു 6 മാസത്തോളായിട്ട് വീഡിയോ അങ്ങനെ കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവർ പിരിഞ്ഞിട്ടും 6 മാസമായി തോന്നുന്നു. സുജിൻ പിന്നീട് വീഡിയോ ചെയ്തിട്ടില്ല, എന്തൊക്കെയോ ചെറിയ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഡിവോഴ്സ് കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി കാശുണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് വീഡിയോ ചെയ്യും. ഞങ്ങൾ പിരിയുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ തെറ്റിപ്പോയി, പൊന്നൂസ് തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യായിരുന്നു. അതൊന്നും സുജിൻ ചെയ്തിട്ടില്ല. സുജിൻ വളരെ മാന്യമായിട്ട് ഒറ്റ വീഡിയോ മാത്രം ചെയ്തിട്ട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ സുജിനെ അഭിനന്ദിച്ചേ മതിയാവൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുജിനെ നമ്മൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. സുജിൻ എല്ലാം കണ്ടന്റ് ആക്കുന്ന, ഇത് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന വരുമാനം ഒക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടുന്ന് ഒരുപാട് മാറിയിട്ട് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പിരിയേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ അതൊരു കണ്ടന്റ് ആക്കി മാറ്റാൻ സുജിൻ ഒരിക്കലും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ സുജിൻ പൊന്നൂസിനെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട്, വളരെ ദേഷ്യത്തില് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നിത സതീശൻ എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നു. അത് അവള് കാരണം, അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറിയും കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട്, കുറച്ച് ഇമോഷണൽ ആയിട്ട്, കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികൾ ഇതാക്കി കളഞ്ഞാലും ശരി, ഓളെ ഭാഗത്താണ്. ഓളടുത്ത് പല വട്ടവും ഞാൻ വിളിച്ചു പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. ഈ ഡിവോഴ്സ് തീരുമാനിച്ചു, അവര് പിരിഞ്ഞു, അവർ 6 മാസത്തോളം ഇത് ആരോടും പറയുന്നില്ല. ഈ 6 മാസവും എന്തുകൊണ്ട് പൊന്നൂസ് ഇല്ല, അല്ലെങ്കിൽ ചാനലിൽ ഒരു വീഡിയോ കാണിക്കുമ്പോൾ പൊന്നൂസ് ഇല്ലേ എന്ന് എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നീട് വീഡിയോകൾ പോലും സുജിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ പിരിയുന്നു എന്ന് പറയുന്നത്. അതും വളരെ മാന്യമായിട്ട് ഒറ്റ വീഡിയോ ചെയ്തിട്ടാണ് അത് പറയുന്നത്. അതിനുശേഷം ഈ പൊന്നൂസ് സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റോറീസ് ഇടാൻ തുടങ്ങി, വളരെ സാഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഇങ്ങനെ ദുഃഖം അല്ലെങ്കിൽ ഇങ്ങനെ മിസ് ചെയ്യുന്ന പല രീതിയിലുള്ള ആളുകള് എന്താണ്, അയ്യോ അവര് പിരിഞ്ഞില്ല, ഡിവോഴ്സായി, ഈ ഡിവോഴ്സ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, നമ്മളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള സ്റ്റോറികൾ ഇട്ടിട്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആളുകൾ അതിൻ്റെ ഇടയിൽ ഡിവോഴ്സ് ആയോ എന്ന് ചോദിക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ഒരു സ്റ്റോറി ഇപ്പോൾ ഈ സുജിന്റെയും പൊന്നൂസിന്റെയും കുട്ടിയുടെ പിറന്നാളിന്റെ സമയത്ത്, പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെയൊക്കെ ഇട്ട സമയത്ത് അതിന്റെ അടിയിൽ വന്നിട്ട് സുജിന്റെ അമ്മയെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു കമന്റ് വന്നിരുന്നു. ഈ അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എന്നുള്ള രീതിയിൽ, സുജിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എന്നൊക്കെയുള്ള രീതിയിൽ അമ്മയെ മോശമാക്കുന്ന രീതിയിലൊക്കെ കമന്റ് വന്ന സമയത്താണ് സുജിൻ ഈ വീഡിയോ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സത്യത്തിൽ കഷ്ടം തോന്നും. ഒരു ഭാര്യയും ഭർത്താവും കുറേ വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ട്, ഒന്നിച്ച് ജീവിച്ചിട്ട്, അവരുടെ ഒരു നല്ല ടൈമൊക്കെ അവർ നന്നായിട്ട് ജീവിച്ചിട്ട് പിന്നീട് പിരിയുന്ന സമയത്ത് ചെളി വാരി എറിയുന്ന ഒരു രീതി, ഇത് പണ്ടേ ഉള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതിന് മുൻപ് തന്നെ എപ്പോഴും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പരസ്പരം കുറ്റം പറയും, ഭാര്യ ഭർത്താവിനെ കുറ്റം പറയും. എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും നമ്മുടെ ഭാഗത്തല്ല,
അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന് ആളുകളെ കാണിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എൻ്റെ തെറ്റുകൊണ്ടല്ല പിരിഞ്ഞത്, അയാളുടെ തെറ്റുകൊണ്ടാണ് പിരിഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൊണ്ടല്ല പിരിഞ്ഞത്, അവളുടെ തെറ്റുകൊണ്ടാണ് പിരിഞ്ഞതെന്ന് കാണിക്കാൻ ഭയങ്കര താല്പര്യമാണ് എന്നുള്ളതാണ്. അന്നൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പരിചയമുള്ള ആളുകളോടൊക്കെ ഈ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഇന്ന വിഷയങ്ങളായിരുന്നു, അയാൾ എങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വന്നിട്ട് അതിൽ വന്നിട്ട് ഒരുപാട് സ്റ്റോറി ഇടുക, സാഡ് സ്റ്റോറീസ് ഇടുക, എന്നിട്ട് ആളുകളെ അറിയിക്കുക ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വിഷയം ഉണ്ട്, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ്, അങ്ങനെയൊക്കെ അറിയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ആ ഒരു സ്റ്റോറി കാണുന്ന ഒരു വ്യക്തി പോലും അയാള് ഈ അനുഭവിക്കുന്ന വ്യക്തികളെ അല്ലാതെ ആ സ്റ്റോറി കാണുന്ന ഒരാളെ പോലും ബാധിക്കുന്ന വിഷയമല്ല. വെറുതെ വന്നിട്ട് ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യും, അയ്യോ അങ്ങനെയായോ ഇങ്ങനെയായോ, അല്ലെങ്കിൽ സുജിന് വളരെ മോശമാണ് പണ്ടേ, അല്ലെങ്കിൽ സുജിന്റെ അമ്മ അങ്ങനെ ഭയങ്കര സാധനമാണ്, പിരിഞ്ഞത് എത്ര നന്നായി, അല്ലെങ്കിൽ പിരിയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പൊന്നൂസ് എത്ര വിഷമിക്കുന്നു, ഇങ്ങനെയൊക്കെ കുറെ കമന്റുകൾ ആളുകൾ വേസ്റ്റ് ആയിട്ട് ഇടും എന്നല്ലാതെ, അല്ലെങ്കിൽ കുറെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നല്ലാതെ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഒറ്റ ആള് പോലും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കാട്ടിലും വളരെ സെന്റിമെന്റൽ ആയിരിക്കും, ഒരുപാട് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ കുട്ടി വന്നിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ അത്രയും വർഷം ജീവിച്ചൊരു ജീവിതമുണ്ട്, പിന്നെ അവരുടെ ഇടയിൽ 2 കുട്ടികളുണ്ട്. ഇവരെ ഒന്നും ഓർക്കാതെ പരസ്പരം ചെളി വാരി എറിയാൻ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ സുജിൻ പറയുന്നതിൽ കുറെ കാര്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ സുജിൻ ഒരിക്കലും അയ്യോ എന്റെ ഭാഗത്തല്ല തെറ്റ്, അവളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഒരാള് മറ്റേ ആളെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ആളുകള് ഇന്ന ആളുടെ ഭാഗത്താണ് തെറ്റ്, ഇന്ന ആളുടെ ഭാഗത്താണ് ശരി എന്ന് 4 ആൾ അറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഈ പിരിഞ്ഞു പോയ 2 വ്യക്തികൾക്ക് ഉണ്ടാവാനുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ളോ? ഈ ചുറ്റുവട്ടത്തും കാണുന്ന കമന്റ് ഇടുന്ന ഒരാൾ പോലും നമുക്ക് ഉപകാരപ്പെടുന്നവരല്ല, മാനസികമായിട്ട് ഉപകാരപ്പെടുന്നതല്ല, ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അടുത്ത് വന്ന് സഹായം ചെയ്യാൻ ഉപകാരപ്പെടുന്നവരല്ല, ഒന്നുമല്ല. അവരൊക്കെ ഇത് കണ്ടിട്ട് വെറുതെ ഒരു എന്റർടൈൻമെന്റ് പോലെ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുന്ന പോലെ വെറുതെ കാണുന്നു, അല്ലെങ്കിൽ അതിന്റെ അടുത്ത എപ്പിസോഡ് വല്ലതും ഉണ്ടോ, ഇനി പൊന്നൂസ് പറഞ്ഞതിന് മറുപടി ആയിട്ട് സുജിൻ വല്ല സ്റ്റോറി ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ലൈഫിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ പേഴ്സണലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കാന്നേ പറയാനുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സമയമൊക്കെ കഴിഞ്ഞു പോകുന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ അങ്ങനെ ഇട്ട സ്റ്റോറിയോ വീഡിയോയോ അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്ത എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും, അവർ റിയാക്ട് ചെയ്ത വീഡിയോകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ഒരു കാലത്ത് ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അത്രയും കൊല്ലം മുന്നേ ആളുകൾ ചർച്ച ചെയ്ത് കമന്റ് ചെയ്ത് ഇതൊക്കെ ആ കുട്ടികളും കാണേണ്ട ഒരു സ്റ്റേജ് വരെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായിട്ടേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ കാണിക്കുക, വ്ളോഗിലൊക്കെ കാണിക്കുക, അവരൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഏത് രീതിയിലാണ് എടുക്കുക, ഇതൊക്കെ എങ്ങനെയാണ് കാണുക, ഇതൊന്നും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിവോഴ്സ് ഒക്കെ ആയി പോകുന്ന കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നമ്മൾ ഈ ലൈഫിലെ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഈ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ അവരത് എങ്ങനെയായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക? അവരുടെ ലൈഫിലെ ഏറ്റവും മോശം കാര്യമാണല്ലേ എത്രയോ സ്നേഹത്തോടെ കഴിഞ്ഞ അച്ഛനും അമ്മയും പിരിഞ്ഞു പോവാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ സ്നേഹം പിന്നീട് അവർക്ക് കിട്ടുന്നുള്ളൂ, പൂർണ്ണമായിട്ടുള്ള സമയത്ത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ അച്ഛനും അമ്മയും ആ കുട്ടികളെ പിന്നീടും കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഈ 2 പേരെയും ഒന്നിച്ച് ഫുൾ ടൈം അവർക്ക് കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു പാരന്റിനെ അവർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആ കുട്ടികൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇപ്പൊ സുജിന്റെയും ഈ കുട്ടികളുടെയും കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ലൈഫ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കുട്ടികളൊക്കെ അത്രയും സ്നേഹത്തോടു കൂടെ ആ അച്ഛന്റെ കൂടെ വളർന്നിട്ടുള്ള കുട്ടികൾ ഇനി പിരിഞ്ഞു പോകുമ്പോൾ അവരനുഭവിക്കേണ്ടി വരേണ്ട കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് വീണ്ടും വീണ്ടും ഇത് വീഡിയോ ആയിട്ട് കാണേണ്ടി വരേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ആ കുട്ടികളെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു പറയാൻ പറ്റില്ല. ആ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഒരാളോട് ഒരു കള്ളമായിട്ട് പോലും എന്റെ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കാരണം തെളിവ് ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ്, അവർ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ്. അതൊക്കെ ആ കുട്ടികളുടെ ഭാവി വരെ ബാധിക്കാനുള്ള കാര്യമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഒരു സാഡ് സ്റ്റോറി ഇട്ടത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടാനുള്ളത്? ആളുകൾ
വന്നിട്ട് കുറെ കമന്റ് ചെയ്ത് പോകുന്നല്ലാതെ, കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്നല്ലാതെ, അല്ലെങ്കിൽ കുറെ പോസിറ്റീവായിട്ട് ആശ്വസിപ്പിക്കുന്നല്ലാതെ ഒരു കാര്യം അതിലില്ല എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് സുജിന്റെ ഭാഗത്താണ് ഒരു ശരി തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും യൂട്യൂബേഴ്സ് മാത്രമല്ല, സാധാരണ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ പോലും അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിടാറുണ്ട്. അതൊരു ശരിയായ നടപടിയേ അല്ല എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.